പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്റെ പുതിയ കണ്ടുപിടുത്തം നിങ്ങൾക്ക് കാണിച്ചു തരാം. നെവർ സീൻ ബിഫോർ. ഇത് കാഴ്ചയിൽ ഒരു മത്സ്യമാണ്, പക്ഷേ ഇതിന് മത്സ്യത്തിന്റെയും പക്ഷിയുടെയും രണ്ടിന്റെയും പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് ഇതിനെ വെള്ളത്തിൽ നീന്തുവാൻ കഴിയും, വായുവിൽ പറക്കാനുള്ള കഴിവുമുണ്ട്. ഇതിന്റെ പേര് കാറ്റിൽ പറക്കും മത്സ്യം എന്നാണ് കൂട്ടരെ. ഈ കാണുന്ന സിൽവർ ലോക്കറ്റ് ഈ മത്സ്യത്തിന്റെ കഴുത്തിലിട്ട് കഴിഞ്ഞാൽ ഈ റിമോട്ടിലൂടെ അതിന്റെ കമാൻഡ്സ് മുഴുവൻ ഫോളോ ചെയ്യും. വൈകാതെ തന്നെ ഇതിനെ ലോകത്തിലെ 8ാമത്തെ അത്ഭുതമായി അംഗീകരിക്കുകയും ചെയ്യും. എടാ മക്കളെ, കണ്ടില്ലേ? കോജി സിംഗിന്റെ മത്സ്യം എന്തായാലും കിടിലനായിട്ടുണ്ടല്ലേ? കിടിലൻ തന്നെ, പക്ഷെ കുറച്ച് അടിപൊളിയാക്കണമെന്ന് തോന്നുന്നു. നീ എന്താ ഉദ്ദേശിക്കുന്നത്? അമ്മാവാ, നീലസ്യൂട്ടിട്ട് ഒരു വിദേശി നിക്കുന്നത് കണ്ടില്ലേ? അങ്ങേര് മത്സ്യത്തെ കാണാൻ വേണ്ടി വന്നതായിരിക്കും. അയാള് മത്സ്യത്തിനെ പറപ്പിക്കാനാ വന്നേ. പക്ഷെ മക്കളെ, ഇത് സ്വയം പറക്കാൻ കഴിവുള്ള മത്സ്യമാണല്ലോ, പിന്നെന്തിനാ ഇയാള് പറപ്പിക്കുന്നത്? എന്റെ അമ്മാവാ, അയാള് മോഷ്ടിക്കാൻ വന്നതാന്നാ പറഞ്ഞേ. പക്ഷെ നിനക്കിതെങ്ങനെ മനസ്സിലായി? അമ്മാവാ, അത് കണ്ടോ? അയാളുടെ സ്യൂട്ടിന്റെ കോളറിൽ ഇവിടുത്തെ ചന്തു ടൈലറിന്റെ ലേബിളാ ഉള്ളേ. കൊള്ളാലോ മക്കളെ, അതിന്റെ അർത്ഥം നമ്മുടെ ചന്തു ടൈലർ വേൾഡ് ഫേമസ് ആണെന്നല്ലേ? അല്ല അമ്മാവാ, അയാള് വിദേശിയല്ല, നമ്മുടെ സ്വദേശിയാന്നുള്ള കാര്യം മനസ്സിലാക്ക്. അമ്മാവനൊരു കാര്യം ചെയ്, അയാളുടെ കാലിൽ പോയി ഒന്ന് ചവിട്ട്, അപ്പൊ തന്നെ സത്യം അറിയാം. കണ്ടോ മക്കളെ, ഇവന് നല്ല മലയാളമൊക്കെ അറിയാലോ. കാരണം ഇയാൾ വിദേശിയല്ല, സ്വദേശിയാ. ക്രൈമിന്റെ പവർ, ക്രൈം മാസ്റ്റർ ജോഗോവാർ. റോസി, ഇങ്ങ് വന്നേ. എല്ലാവരും ഒന്ന് പുറത്തേക്ക് പോകൂ, വേഗം. അല്ലമ്മാവ, ഒന്ന് പെട്ടെന്നാവട്ടെ, ആ ജോഗാവർ മത്സ്യം മോഷ്ടിക്കാൻ വരാനിടയുണ്ട്. ഇനി താനെങ്ങനെ മത്സ്യത്തെ രക്ഷിക്കുമെന്ന് കാണട്ടെ. ജോഗാവർ, നീ മത്സ്യത്തെ പിടിക്കുവല്ലേ? എങ്കിലതൊന്ന് കാണണമല്ലോ. അയ്യോ ബൽവന്ത്, നീ എന്ത് പണിയായി കാണിച്ചത്? ആ മത്സ്യത്തെ തനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നല്ലേ നേരത്തെ പറഞ്ഞത്? അപ്പൊ പിന്നെ വേഗം കൺട്രോൾ ചെയ്യടോ. എന്റെ ബൽവന്ത്, അതിന് ഈ ലോക്കറ്റ് എന്റെ കയ്യിലല്ലേ, പിന്നെ എങ്ങനെയാ ഞാൻ ഈ മത്സ്യത്തെ കൺട്രോൾ ചെയ്യുന്നത്? വേഗം പിടിക്കതിനെ. എന്റെ കുഞ്ഞു തലച്ചോറിൽ ഒരു ഐഡിയ ഉദിച്ചിട്ടുണ്ട്, അതെന്താണെന്ന് പറയട്ടെ. വേഗം പറയൂ. നിങ്ങൾ എന്റെ പുറത്ത് കയറി നിന്ന് ആ മത്സ്യത്തെ പിടിക്കണം, കാരണം വേറാരും ആ മത്സ്യത്തെ പിടിക്കാൻ പാടില്ല. ഇടിവെട്ടേറ്റവന് പാമ്പ് കടിച്ചതുപോലെ നിങ്ങൾ എന്തിനാ സാർ എന്റെ കാലിൽ തൂങ്ങിക്കിടക്കുന്നത്? ജോഗാവർ മാഡത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാ ഞാൻ ചെന്ന് പിടിക്കാന്ന് കരുതി. എടാ മരക്കഴുത, നിന്റെ ഭാരം കാരണം ജോഗാവറിന്റെ കാലിൽ നിന്റെ കൈ പിടിവിട്ടു പോകും. ക്രൈമിലുണ്ട് പവർ, ക്രൈം മാസ്റ്റർ ജോഗോവാർ. ഞാൻ അതിനെ വിടില്ല. എന്താ ഇത്? ക്രൈമിന്റെ പവർഫുൾ, കണ്ണിന്റെ പവർ പോയല്ലോ. ലുങ്കി എടുത്ത് മാറ്റിക്കോ, എന്നിട്ട് മുന്നോട്ട് നോക്കി ഓടിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് ഇടിക്കും മോനെ. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ പോലീസ് മാഡം? ഇതിനു മുമ്പ് മാഡം കഴുത സവാരി നടത്തിയിട്ടുണ്ടോ? ഇല്ല. എന്താണോ? എന്റെ ഓട്ടം നിർത്താൻ പറ്റുന്നില്ല. കഴുതയുടെ ബ്രേക്ക് എവിടെയാണെന്ന് ഇനി എങ്ങനെ മനസ്സിലാക്കും? അമ്മാവാ, ഒന്നും പറ്റിയില്ലല്ലോ. എടാ മക്കളെ, നീ ഇവിടെ ഉള്ളപ്പോ എനിക്ക് എന്ത് സംഭവിക്കാനാടാ? പക്ഷേ ബൽവന്ത്, ഈ മത്സ്യം ഇങ്ങനെ പറന്നു നടന്നാൽ ഇവിടെ പലതും സംഭവിക്കാനിടയുണ്ട്.
ഇതിന്റെ ധൈര്യം കണ്ടില്ലേ ചേട്ടാ? ഇന്ന് നീ വായുവിൽ പറന്ന് നടക്കുന്നുണ്ട്, നാളെ നീ ഞങ്ങളോട് വെള്ളത്തിൽ നീന്തുവാൻ പറയോ? മത്സ്യകന്യകെ, നീ പറയ്, നിനക്ക് ചിലപ്പോൾ വഴിതെറ്റിപ്പോയതായിരിക്കുമല്ലേ? നീ വേഗം വെള്ളത്തിലേക്ക് ചെല്ല്. ഞാൻ കാറ്റുപോലെ പറക്കും. എന്റെ പൂച്ചെ, നീ ഇത് എങ്ങോട്ടാ ചാടി ഓടുന്നത്? എന്റെ കടലമ്മേ, ഇപ്പൊ മത്സ്യങ്ങളും പറക്കാൻ തുടങ്ങിയോ? ഇനി ഞാൻ മീൻ പിടിക്കണമെങ്കിൽ ഞാനും പറക്കണമെന്ന് തോന്നുന്നല്ലോ. ഇന്നത്തെ വാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. എടാ മക്കളെ, എന്തെങ്കിലും ഒന്ന് ചെയ്യ്, അല്ലെങ്കിൽ ഇത് നമ്മുടെയൊക്കെ കഥ ഇന്ന് അവസാനിപ്പിക്കും. കോജി അങ്കിൾ, ആ മീനിനെ ലോക്കറ്റ് ധരിപ്പിച്ചേ പറ്റൂ. പക്ഷെ ആ പറക്കുന്ന മത്സ്യത്തെ എങ്ങനെയാണ് നമ്മൾ ലോക്കറ്റ് ധരിപ്പിക്കുക? പോലീസ് മാഡം, നമുക്ക് പറക്കാൻ കഴിയില്ല, പക്ഷെ പറപ്പിക്കാൻ കഴിയുമല്ലോ. എടാ മക്കളെ, നീ ആരെ പറപ്പിക്കുന്ന കാര്യമായി പറയുന്നത്? ആ മത്സ്യത്തിന് പുറകെ പറന്ന് പറന്ന് എന്റെ കിളി പോയിരിക്കുക ഞാനിവിടെ. അയ്യോ, അതല്ല അമ്മാവാ, പട്ടം പറപ്പിക്കുന്ന കാര്യാ പറഞ്ഞേ. കൊള്ളാം കൊച്ചേർക്ക, നമ്മൾ മത്സ്യത്തെ ലോക്കറ്റ് ധരിപ്പിക്കുന്ന കാര്യം പറയുമ്പോഴാണോ നീ പട്ടം പറപ്പിക്കുന്ന കാര്യം പറയുന്നത്? പോലീസ് മാഡം, പട്ടത്തിന്റെ അടിയിലെ ലോക്കറ്റ് തൂക്കിയിടണം. അങ്ങനെ കാറ്റിൽ പറക്കുന്ന മീനിന്റെ കഴുത്തിൽ വീഴണം. പക്ഷെ അനന്തരമാ, ആ മത്സ്യം എങ്ങനെ പട്ടത്തിന്റെ അടുത്തേക്ക് വരും? അതിനുവേണ്ടി അമ്മാവനും പോലീസ് മാഡവും കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും. എന്റെ പൊന്നു പോലീസ് മാഡം, ഇത് റോക്കറ്റ് ഒന്നും അല്ല, ഫയർ ബ്രിഗേഡിന്റെ വണ്ടിയാണ്. ഒന്ന് സൂക്ഷിച്ചു പോണേ. അമ്മാവ, ഇത്തവണ ഒരു പിഴവും വരുത്തരുത്. വരുത്തിയ റോക്കറ്റെ കയറ്റി ചന്ദ്രനിലേക്ക് പറഞ്ഞു വിടും. ഏയ് പറക്കും മത്സ്യമേ, ഇങ്ങ് വാ, ഇങ്ങ് അടുത്ത് വാ. ഒന്ന് നിക്ക് മീനേ. പറക്കും മത്സ്യമേ, ഒന്ന് നിൽക്കുന്നുണ്ടോ? മക്കളെ, അയച്ചുവിട്, അയച്ചുവിട്, അയച്ചുവിടാൻ നോക്ക്. പതുക്കെ, ദേ നിന്റെ പട്ടം പറന്നല്ലോ. അതാ നമ്മുടെ കൊച്ചേർക്കിന്റെ പട്ടം. ഇത്തവണ അബദ്ധമൊന്നും കാണിക്കരുതേ അമ്മാവ. ആ, 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 ആ. അല്ല, ഇപ്പൊ ആരാ പട്ടം പറത്തൽ മത്സരത്തിന് വന്നത്? അനന്തരവാ, അതാ നമ്മുടെ മുന്നിലെ ടെറസിൽ നിന്നാണ് ജോഗാവർ പട്ടം പറത്തുന്നത്. ഇനിയൊന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ പേടിക്കേണ്ട കോച്ചി അങ്കിൾ, അയാള് പറക്കുന്ന മീനിനെ ഡിസ്ട്രാക്ട് ചെയ്യാണെങ്കിൽ നമുക്ക് അയാളെ ഡിസ്ട്രാക്ട് ചെയ്യാം. ബഹദൂർ സാറേ, മാഡത്തിന്റെ മിറർ തരാമോ? പൊന്നു മോനെ, നീ എന്താ ജോഗാവറിന് മേക്കപ്പ് ഇടാൻ പോവാണോ? കൊള്ളാം കൊച്ചേർക്ക, നീ മിടുക്കൻ തന്നെ. ഇത്തവണ നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പറക്കും മത്സ്യമേ, ഇനി അവനെ ഒരു പാഠം പഠിപ്പിക്ക്. ഉത്തരവ് പോലെ യജമാനന്, ഞാൻ അവർക്കിട്ടൊരു പണി കൊടുക്കാം. യോഗി, ഇവിടുന്ന് സ്ഥലം വിടുന്നതായിരിക്കും ആരോഗ്യത്തിന് നല്ലത്. എന്താ ഇത്? എന്റെ മുമ്പിൽ ഇപ്പോഴും മത്സ്യം ഉണ്ടെന്ന് തോന്നുന്ന എന്താ? ജോഗാവർ, നിനക്കെന്താ സ്വയംബോധം നഷ്ടപ്പെട്ടിരിക്കുക? അവൾ എങ്ങനെ വരാനാ? നിങ്ങളെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. പിന്നെ ഒരിക്കലും നിങ്ങൾ ശല്യം ചെയ്യില്ല എന്നെ.
ഒപ്പതിനവൻ വെള്ളം കുടിക്കും. ഓക്കെ അല്ലേ മാമ? ഉയ് അതേടാ അനന്തരവോ.